ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാൾ ഇവിടെ ലോക്കപ്പിലാണെന്ന് പറഞ്ഞു. എന്നാ നോക്കാം. വിനു എന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് മാഡം അന്വേഷിക്കുന്ന ആക്സിഡന്റ് കേസിലെ പ്രതിയാ. ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഇപ്പൊ തന്നെ ജഗനോട് കാര്യം പറയാം. ഈ ആക്സിഡന്റ് കേസൊക്കെ വെറുതെ ഉണ്ടാക്കിയതാവാനേ വഴിയുള്ളൂ. നിങ്ങളിപ്പോ വീട്ടിലേക്ക് പൊയ്ക്കോ. ഞാൻ ജഗന്റെ അടുത്ത് കാര്യം പറയട്ടെ. ശരി മോളെ. ചെറിയൊരാശ്വാസം കിട്ടി. ഇനി ജഗൻ നോക്കിക്കോളും മാധവേട്ട. ഇവിടെ നിന്റെ കയ്യിൽ വിലങ്ങ് വീഴാതിരിക്കുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്തു കഴിഞ്ഞു. അച്ഛ, അതാണ് എനിക്കറിയേണ്ടത്. എന്ത് കരിക്കൾ അച്ഛൻ നീക്കിയിട്ടുള്ളത്? ഏത് നിരപരാധിയാണ് അച്ഛൻ എനിക്ക് വേണ്ടി വിലയടക്കിയിട്ടുള്ളത്? എനിക്കതറിയണം. അത് മാത്രം ചോദിക്കരുത്. വിനുവേട്ടൻ ജയിലിലാണത്രേ. ജയിലിലോ? അതെ, അച്ഛനെ ഫോണിൽ വിളിച്ചു വിവരം പറഞ്ഞത്. വിനുവേട്ടനെ പല സ്ഥലത്തും അന്വേഷിച്ചു. കാണാതായപ്പോ അച്ഛനും അമ്മയും കൂടെ സ്റ്റേഷനിലും പോയി. പോലീസുകാരാ അവരോട് ഈ വിവരം പറഞ്ഞത്. അല്ല, എന്താ കാരണം? ഒരു ആക്സിഡന്റ് കേസുമായിട്ട് ബന്ധപ്പെട്ടാണത്രേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏത് ആക്സിഡന്റ്, എപ്പോ നടന്ന ആക്സിഡന്റ് എന്നൊന്നും പോലീസുകാർ വ്യക്തമായിട്ട് പറയുന്നില്ല. എനിക്ക് പേടിയാവുന്നു ജഗ. അച്ഛനും അമ്മയും വിനുവേട്ടനെ കണ്ടില്ലേ? ഇല്ല, വിനുവേട്ടൻ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് പറയുന്നത്. രാത്രിയിലെ ജയിലിൽ പോയി കാണാൻ പറ്റില്ലെന്ന് അറിഞ്ഞപ്പോഴാ അവരെന്നെ വിളിച്ച് വിവരം പറയുന്നത്. വിനുവേട്ടൻ കുറെ നാളെ ജോലിക്ക് പുറത്തു പോയിരിക്കായിരുന്നില്ലേ? അച്ഛമ്മയുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ടല്ലേ തിരിച്ചു വന്നത്. ആ സമയത്ത് സംഭവിച്ച ഏതെങ്കിലും ഒരു ആക്സിഡന്റ് ആയിരിക്കും. എന്നാലും വിനുവേട്ടന് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലല്ലോ. അറസ്റ്റ് ചെയ്യത്തക്ക വണ്ണം ഇങ്ങനെ ഒരു ആക്സിഡന്റുമായിട്ട് വിനുവേട്ടന് എന്തായിരിക്കും ബന്ധം? അതെനിക്ക് മനസ്സിലാവാത്തത്. DGP വൈഗ ജഗന്റെ സുഹൃത്തല്ലേ? അവരെ കണ്ട വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കുറ്റത്തിന് പാവം വിനുവേട്ടനെ ആരോ ചതിച്ചതാ. ആ പാവത്തെ രക്ഷിക്കണം ജഗ. ജഗന് മാത്രമേ ഇതിന് കഴിയൂ. എന്നെ സഹായിച്ചേ മതിയാവൂ. വണ്ടിയിടിച്ച് രണ്ടുപേരെ കൊന്നിട്ട് മുങ്ങി നടക്കുന്ന ആളാ ഞാൻ. അക്കാര്യമോർത്ത് സമനില തെറ്റി നടക്കുന്ന ഞാൻ എങ്ങനെ ആക്സിഡന്റ് കേസിൽപ്പെട്ട വിനുവേട്ടനെ രക്ഷിക്കും? വന്നനെ ജഗ, എന്താ ആലോചിക്കുന്നേ? അത് പിന്നെ വിനുവേട്ടനെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ ACP കണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം രാത്രി വളരെ വൈകിയല്ലേ? നാളെ രാവിലെ തന്നെ പോയി ACPയെ കാണാം. ദേമോളെ വീട്ടിലാക്കിയിട്ട് ഞാനും വരാം. എന്താ? നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. ACPയെ കാണാൻ പോകുന്നു. ആ മൂദേവി അങ്ങോട്ട് കൽപ്പിക്കാനും അവനങ്ങോട്ട് ഏറാമൂളാനും. ഏത് കാര്യത്തിലും സ്വന്തമായ അഭിപ്രായവും തണ്ടും തലയെടുപ്പുമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പതേ രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ആ പെണ്ണിന്റെ പിറകെ കൂത്താടി തീവട്ടിയും പിടിച്ച് നടക്കുന്നു. ഇനി ഈ ജന്മം ജഗനെ തലപൊക്കാൻ അവള് സമ്മതിക്കില്ല. കരുണാകരനെ അവളൊരു മൂലക്കാക്കി.
കലികാലം. എന്താ ജഗൻ? സർ, വിനു എന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അയാളൊന്ന് കാണണമായിരുന്നു. അനുവാദമില്ലാതെ ആരെയും അകത്ത് പ്രവേശിപ്പിക്കരുതെന്ന് ACP മാഡത്തിന്റെ കർശനമായ ഓർഡർ ഉണ്ട്. ACP വന്നിട്ടില്ലേ? ഇല്ല, ഇപ്പൊ എത്തും. കാണണമെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി. ഉം. ഒന്നും തോന്നരുത് ജഗൻ. ACP വലിയ റൂളും ചട്ടമൊക്കെ ഉള്ള ആളാ. ഓർഡർ തെറ്റിച്ച് ജഗനെ ഞാൻ അകത്ത് കയറ്റി കാണിച്ച സസ്പെൻഷനോ ട്രാൻസ്ഫറോ എനിക്ക് ഉറപ്പാ. എന്റെ അന്നം മുട്ടിപ്പോവും. അതുകൊണ്ടാ. ഉം. ACP വന്നു. എന്താ ജഗനും വന്ദന ഇവിടെ? വിനു എന്ന നിരപരാധി ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളൊന്ന് കാണാനാ. നിരപരാധി അറസ്റ്റ് ചെയ്യാനോ? ഞാനിവിടെ ഉള്ളപ്പോ നിരപരാധികൾ ആരും അറസ്റ്റ് ചെയ്യില്ല. ജഗന് സ്റ്റേഷൻ മാറി പോയതായിരിക്കും, ഇവിടെ അല്ല. മാറിപ്പോയിട്ടില്ല മാഡം. ഇന്നലെ എന്റെ അച്ഛൻ ഇവിടെ വന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചതാണ്. അയാൾ ഇവിടെ ലോക്കപ്പിലാണെന്ന് പറഞ്ഞു. ആ, എന്നാ നോക്കാം. വിനു എന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് മാഡം അന്വേഷിക്കുന്ന ആക്സിഡന്റ് കേസിലെ പ്രതിയാ. ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുക. മാനത്തെ കൊട്ടാ